കൊന്നിച്ചോ മിനസാൻ നാനോ മിഷിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോ മിഷിന്റെ എപ്പിസോഡ് 22ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാൻ മറക്കണ്ട. സോ അധികമൊന്നും പറഞ്ഞ് ആരും ബോറടിപ്പിക്കുന്നില്ല. എനിക്കറിയാം നാനോ മിഷിനുണ്ട് നിങ്ങൾ കട്ട വെയിറ്റിംഗ്. സോ നമുക്ക് നേരെ എന്തെങ്കിലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചവിടത്തോടെ നടത്ത് ഇവൻ പറഞ്ഞു. അപ്പോൾ ഈ പില്ലേഴ്സൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടെന്നത് ഇതിനായിരുന്നല്ലേ? ഞാനോ ഈ ലൈറ്റുള്ള സ്റ്റോൺസ് മാറ്റിയിട്ട് ബാക്കി എല്ലാം ഇറേസ് ചെയ്തേക്കൂ. യെസ് മാസ്റ്റർ എന്ന് പറഞ്ഞു അതെല്ലാം ഇറേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ സൂക്ഷിച്ച് നോക്കാൻ നടത്ത് അതിൻ്റെ അകത്താട്ടെ കുറച്ചധികം എഴുത്തുമുണ്ട്, അതേപോലെ ഒരു പടവുമുണ്ട്. ഇതൊരു ബ്രീത്തിങ് ടെക്നിക്കിന്റെ എക്സ്പ്ലനേഷൻ പോലെ ഉണ്ടല്ലോ. പക്ഷേ ഈ ഫോംസ് ശരിക്കും ഒരു എനർജി സർക്കുലേഷൻ ടെക്നിക്കുമായിട്ട് ശരിക്കും സിമിലർ ആണല്ലോ. അത് മാത്രമല്ല ഇവർ പറയുന്നത് സ്പെസിഫിക് ഉള്ള പ്രഷർ പോയിന്റ് യൂസ് ചെയ്ത് എൻ്റെ ഇന്റേണൽ വോയിസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. അതുകൂടാതെ ഇതെല്ലാം കണ്ടായിട്ട് ഏകദേശം ദി ഡിമോണിക് ലോഡ്സിന്റെ സോഡ് ആർട്ട് പോലെയാണ്. അല്ല, ഇനിയെങ്ങനെ ഇതെല്ലാം തന്നെ ദി ഡിമോണിക് ലോഡ്സിന്റെ സോഡ് ആർട്ടാണോ? ശരിയാണ്, നോർമലി ഒരു ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ലോട്ടൽ പൊസിഷൻ ആയിരിക്കും അല്ലെങ്കിൽ കിടക്കുന്ന പൊസിഷൻ ആയിരിക്കും. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച് ആണ്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് തന്നെ നോക്കാം. ഞാനോ ഈ ഫോംസ് എല്ലാം തന്നെ എൻ്റെ ബ്രെയിനിലേക്ക് ഷെയർ ചെയ്തോളൂ. തലയിൽ നിന്ന് താഴത്തേക്ക് മതി. യെസ് മാസം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് ടെക്നിക്ക് നീ ഫോളോ ചെയ്തോളൂ. കറക്റ്റായുള്ള പ്രഷർ പോയിന്റ്സ് വെച്ചുകൊണ്ട് നീ അത് സർക്കുലേറ്റ് ചെയ്തോന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ ഒരു പവർഫുൾ ആയ എനർജി അവൻ്റെ ശരീരത്തുള്ള 14 മെറിഡിയൻസിലുള്ള കടന്നു പോകും. അവനായിട്ട് ശരിക്കും ഞെട്ടുകയും ചെയ്തു. എന്നിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഓരോ ടെക്നിക്സ് അങ്ങോട്ട് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അതായിട്ട് വളരെ ഫ്ലൂയിഡായിട്ട് തന്നെ അവന് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതേ സമയത്ത് പുറത്തുള്ള ഗാർഡ്സൊക്കെ ഇതൊന്നും അറിയാതെ അവിടെ കാവൽ നിൽപ്പുണ്ടായിരുന്നു. അവനായിട്ട് നിർത്തിയിട്ടില്ല. അവൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടെക്നിക്സും അവനോട് മാക്സിമം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവനവിടെ നിർന്ന്, ഞാനോ എത്ര നേരം ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? മാസ്റ്റർ, താങ്കൾ ഏകദേശം 2 മണിക്കൂറോളം നിർത്താതെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറോ? 2 മണിക്കൂർ നിർത്താൻ ചെയ്തിട്ട് എൻ്റെ ശരീരത്തിൽ ചെറിയൊരു ക്ഷീണം പോലും തോന്നുന്നില്ല. ഈവൻ ഞാൻ കംപ്ലീറ്റ് റീഫ്രഷ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ഫോംസ് കഴിയുന്ന നേരത്ത് എൻ്റെ എനർജി കൂടി വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മാസ്റ്റർ, അത് മാത്രമല്ല താങ്കളുടെ എനർജി സർക്കുലേഷൻ ഇനി ഫാസ്റ്റർ ആയിട്ടുണ്ട്. ഫാസ്റ്റർ ആയിട്ടോ? എങ്കിലും നോക്കണമല്ലോ. നമ്മളോട് അവനായിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് അവർ എനർജി അങ്ങോട്ട് റിലീസ് ചെയ്യുന്നിടത്ത് അത് കുറേ അധികമാണ് പുറത്തേക്ക് വന്നത്. ഇത് കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. എൻ്റെ എനർജി സർക്കുലേഷൻ ഫാസ്റ്റ് ചെയ്ത് മാത്രമല്ല അത് കുറച്ചുകൂടി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും ഈസി ആയിട്ട് തന്നെ. ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് ഇത് വെച്ച് കമ്പയർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഇതാണല്ലേ ദി റിയൽ അൾട്ടിമേറ്റ് ബ്രീത്തിങ് ടെക്നിക്ക്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഒരു സോട്ട് ടെക്നിക്കും ഒരു ബ്രീത്തിങ് ടെക്നിക്കും രണ്ടും സെയിം ആയ തോട്ടിൽ കൂടെ ചെയ്യാൻ സാധിക്കുമെന്ന്. ഞങ്ങളുടെ ഡിമോണിക് ലോഡ് ശരിക്കും ഒരു ഡിവിനിറ്റി തന്നെയാണ്. എന്നിട്ട് പെട്ടെന്ന് മുട്ടുകുത്തിട്ട് തല കുനിച്ചിട്ട് പറയിച്ച്, ഡിമോണിക് ലോഡ്, ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് താങ്കൾക്ക് അർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് 4 ദിവസം കഴിഞ്ഞുള്ള കാര്യമാണ്. ഇടയ്ക്കിട്ട് ഇൻഫർമേഷൻ വെച്ച് നോക്കിയിട്ട് സേബർ സെഗ്ല മാസ്റ്റർ യൂസറിന്റെ 4 ബാഡ്ജസ് ഉണ്ട്. പിന്നെ സോഡ് സെഗ്ല മാസ്റ്റർ ഗിയോമിന്റെ 2 ബാഡ്ജസും ഉണ്ട്. അത് കൂടാതെ സ്റ്റുഡന്റ് 700 ചാക്സമ പുള്ളിക്കൻ്റെ 2 വെച്ചുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 11 സ്റ്റുഡൻസ് ഇപ്പൊ ലീഡർ ആയിട്ടുണ്ട്. കോപ്പ് ഇനി ആകെപ്പെട്ട് ഒരു ബാഡ്ജ് മാത്രമേ ബാക്കിയുള്ളൂ. അതാട്ടെ പ്രൊഫസർ ഹോയുടെ കയ്യിലുമാണ്. അവസാനം നമ്മൾ പേടിച്ച പോലെ തന്നെ സംഭവിച്ചിരുന്നു. പക്ഷേ ആ 3 സ്റ്റുഡൻസിന് അവർക്ക് എന്തിൻ്റെ വശമാണ്? കോപ്പ് ഓരോരോ ബാഡ്ജസ് എടുക്കാനുള്ള അവർ ബാക്കിയെല്ലാം കൂടെ തട്ടിപ്പറിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്കറിയാം അവർ ശരിക്കും സ്കിൽഡാണെന്ന്. പക്ഷേ എങ്കിലും ഇത് അവർ 3 പേരും എങ്ങനെ നോക്കലും അസെൻഡന്റ് മാസ്റ്റർ സ്റ്റാൻഡിംഗ് ലെവലായിരിക്കും. അവരിനി വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ അവരെന്തായാലും ഇത് നിസ്സാരം ചെയ്ത കാര്യമൊന്നുമില്ല. ഒരേ റോങ് മൂവ് കൊണ്ട് മാത്രം നമ്മളെല്ലാം ഇവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അല്ല, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഒന്നാലോചിക്കുക, ഏറ്റവും അവസാനം നമുക്ക് ടീം അപ്പ് ചെയ്യാനായിട്ട് ഏതെങ്കിലും നല്ല ടീമിനെ കിട്ടിയല്ലോ. പക്ഷേ ആ ഉങ്ചിയോണും ഡാമിയാഹും അവന്മാരാണ് ഏറ്റവും പ്രശ്നക്കാർ. അവർ ശരിക്കും ഡിഫറൻ്റ് ആയുള്ള പാത്തിൽ കൂടിയാണ് പോകുന്നത്. എങ്കിൽ കൂടിയും പക്ഷേ എങ്ങളോട് ഇയോൺ ജിയോൺസിന്റെ ആ ഒരു ലോവർ അബ്ഡോമൻ ഡിസ്ട്രോയ് ചെയ്തതിനു ശേഷം അവർ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത് തന്നെ. പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ പോകണമെന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു ഗ്രൂപ്പിന് ഭാവിയുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പോകുവാണ്. യങ്ലോഡിന്റെ പണിഷ്മെന്റ് കാരണം തന്നെ പലരും നമ്മുടെ വിട്ട് പോയി. പക്ഷേ എങ്കിലും നമ്മുടെ ഗ്രൂപ്പിന് തന്നെ അതൊരു വലിയ പ്രശ്നമായല്ലോ. ഈ സമയത്ത് അവിടെ ഒരു ഓക്വേർഡല്ല സൈലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പണ്ടാരം ഞാൻ കാരണം ഇവിടുത്തെ മൂടും പോയല്ലേ. പക്ഷെ കുഴപ്പമില്ല, അവന്മാർ 2 പേര് പോയെങ്കിലും എന്താ, നമുക്കിത് ബേഗ്ജിന് കിട്ടി. ബേഗ്ജി എങ്ങനെ വരും അവന്മാരെക്കാട്ടും ബെറ്ററാണ്. അത് അൺനെസസറി ആയുള്ള കോംപ്ലിമെന്റ് ആണ്. ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല ബേഗ്ജി. താങ്കളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ശരിക്കും ഒരു ടഫ് ആയുള്ള സ്പോട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നേന്നാ. നീ 2ാമത്തെ ദിവസം പോയി ആ ഒരു പ്രൊഫസറിനെ ഡിഫീറ്റ് ചെയ്ത് ആ ഒരു ബാഡ്ജ് കൈവശം വെച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് പോലും എക്സസ് ചെയ്യത്തില്ലായിരുന്നു. ശരിക്കും താങ്ക്സ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. സ്റ്റുഡൻസ് അവർ എന്നോട് ചെയ്ത ആ ഒരു കൈൻഡ്നെസ്സിനെ ഞാൻ റീപേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് അവൻ അക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. എൻ്റെ ലോണിന് താങ്കൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ താങ്കൾ ഒരിക്കലും ആദ്യം തന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലായിരുന്നല്ലോ. അങ്ങനെ ആയാൽ മതിയായിരുന്നു. എന്തായാലും മതി, ഇന്നൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഡിന്നർ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അത് മാത്രമല്ല ലോഡ് ഇയോൺ ഷെയർ നാളല്ലേ റിലീസ് ആകുന്നത്. നമ്മൾ മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പണി കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. പിന്നെ കാണിക്കുന്ന ഡിന്നർ ടൈമാണ്. കഫെറ്റീരിയയുടെ ഫ്രണ്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് ബേഗ്ജി ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്.
അല്ല നീ കഴിക്കുന്നില്ലേ? ഞാൻ നോർമലി ലഞ്ച് മാത്രമേ കഴിക്കാറുള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിലാണ് ഡിന്നറും കഴിക്കാൻ തോന്നിയത്. പക്ഷെ ഇന്ന് എന്തായാലും ലഞ്ച് കഴിച്ചു, അതുകൊണ്ട് വേണ്ട. അല്ല ഡിന്നർ സ്കിപ്പ് ചെയ്യുന്ന അത്ര അല്ല, നീ സ്കിപ്പ് ചെയ്യാനായിട്ട് പോകണോ? അങ്ങനല്ല, ഇതൊരു ടെമ്പററി അറേഞ്ച്മെന്റ് ആണ്. ബട്ട് സ്റ്റിൽ നീ ഞങ്ങളുടെ ലീഡറാണ്, അപ്പോൾ എനിക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നില്ലേ? അത് സീനില്ല, നീ എന്നെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട. ഞാൻ എന്തായാലും ട്രെയിനിങ് റൂമിലേക്കാണ് പോകുന്നത്. അവിടെ എന്തായാലും ഞാൻ സേഫ് ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്തായാലും പോയി നന്നായിട്ട് കഴിച്ച് ഒന്ന് റെഡി ആയി കണ്ടു നോക്ക്. പക്ഷെ സ്റ്റിൽ കുഴപ്പമില്ലടാ, നിങ്ങൾ പോയി കഴിച്ചോ. ഈ സമയത്ത് തന്നെ അവനാട്ടെ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. അല്ല ഇവനോലെ വട്ടായോ, മര്യാദക്ക് പോയി കഴിച്ചാൽ പോരെ. പെട്ടെന്നാണ് അവിടെ നിന്നടുത്തും പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹിയോബോങ്ങും തൽക്കാലം ബേക്സിലൂടെ പോവാം, നിങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അല്ല ഞാൻ വന്ന് പെട്ടെന്ന് ഹിയോബോങ് ചോദിക്കുകയും ചെയ്യും. നീ പറഞ്ഞത് ശരിയാണ്, അവൻ നമ്മുടെ ലീഡറല്ലേ, സോ ടെമ്പററി നമ്മൾ എന്തായാലും അവനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നേരെ അവിടേക്ക് വരികയും ചെയ്യും. അല്ല നിങ്ങൾ കഴിക്കുന്നില്ലേ? കുഴപ്പമില്ല, ഒരു മീൽ സ്കിപ്പ് ചെയ്യുന്ന പറഞ്ഞ് ഞങ്ങൾക്ക് എന്തായാലും ഒന്നും പറ്റാൻ പോകുന്നില്ല. പിന്നെ ഞങ്ങളുടെ ടെമ്പററി ലീഡറിനെ ഞങ്ങൾ തന്നെയല്ലേ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണോ? എങ്കിൽ വാ, നമുക്ക് എന്തായാലും പോയേക്കാം. സ്റ്റുഡൻസ് അവൻ എന്തായാലും ഭാഗ്യമാണ്, നിങ്ങളെപ്പോലെ കുറച്ച് പേര് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുന്നിലേക്ക് നടക്കുകയും ചെയ്തു. ഇനി എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്നില്ല, ഞാൻ എന്തായാലും റൂമിലേക്ക് കയറാനായിട്ട് പോകുകയാണ്. പക്ഷേ അല്ലടാ കുഴപ്പമില്ല. പെട്ടെന്നാണ് ബേഗ്ജിക്ക് എന്തൊന്ന് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ തന്നെ ഗാർഡ് അപ്പൻ ചെയ്തു. അല്ല എന്തു പറ്റി? ഒട്ടും പ്രതീക്ഷിക്കാതാണ് കുറെ പേര് അവിടേക്ക് ഓടി വന്നു. അല്ല ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞിട്ട് ബേഗ്ജി തിരിയുന്നതിന് മുമ്പ് തന്നെ അവന്മാരെ കംപ്ലീറ്റ്ലി അവരെല്ലാവരും വളഞ്ഞിരുന്നു. അവരുടെ എല്ലാവരുടെയും കൈ വുഡൻ സോഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവന്മാർ നമ്മളെയും കത്തിരിക്കുവാണെന്നാണ്. അല്ല അത് മറ്റാരുമില്ലായിരുന്നു, ഇൽമിയോങ് ഹായായിരുന്നു. ഈ സമയത്ത് ബേക്ക് പറയുകയും ചെയ്യും, കോപ്പ് എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. താങ്കളിപ്പോൾ വലിയ ഗ്രൂപ്പ് ലീഡറായി കാണും, താങ്കളെ പഴയ മെമ്പേഴ്സിനെ എല്ലാവരും അബാൻഡൻ ചെയ്ത് പുതിയ ആൾക്കാരെ കിട്ടിയില്ലേ? കോപ്പ് നീയൊക്കെ എന്ത് ചെയ്യുവാണ്? എന്ത് ചെയ്യുവാണെന്നോ? എന്താടാ നിനക്കറിഞ്ഞൂടെ? ആ ഒരു യെല്ലോ ബാഡ്ജില്ലേ, അതിങ്ങോട്ട് മര്യാദക്ക് തന്നേക്ക്. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ ഇത് ചുമ്മാ തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല, നീ തന്നു ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല. അല്ലേ വേണ്ട, നീ ഇത് തരണ്ട, ഞാനിത് മേടിച്ചോളാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ എന്റെ ദേഷ്യം തീരുന്നവരെ ഉപദ്രവിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ എന്തായാലും സ്റ്റുഡന്റ് 7 എനിക്ക് എന്റെ കൈ കിട്ടത്തില്ല, അപ്പൊ അവന്റെ നാവുകളാ ഞാൻ എന്തായാലും എടുത്തോളാം. ഇവൻ ഇത്ര ധൈര്യമായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഒരു അസെൻഡന്റ് മാസ്റ്റർ ലെവലിന്റെ ബിഗിനിങ് സ്റ്റേജിലാണുള്ളത്. പക്ഷെ ഇവിടെ 30 സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ഇന്ത്യൻ പെർസെന്റേജ് നോക്കാത്ത അവർ ഇന്ത്യൻ പെർസെന്റേജ് നോക്കിയിട്ട് അവരെല്ലാവരും ഫസ്റ്റ് റേറ്റ് മാസ്റ്റർ കൂടിയാണ്. പിന്നെ ഇൽമിയോങ് അവൻ എന്നെ പോലെ തന്നെയാണ്, ഞങ്ങൾ ഏകദേശം സിമിലർ ലെവൽസിൽ തന്നെയാണുള്ളത്. എന്നിട്ട് അവൻ നേരെ വിസ്പർ ടെക്നിക്ക് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഓജോങ് ഞാൻ പറയുന്നേക്ക്, ഞാൻ യെല്ലോ ബാഡ്ജ് തരും, എന്നിട്ട് ഹിയോബോങ്ങോട്ട് നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. അല്ല അപ്പം നീയോ? എന്തായാലും അത് ഇമ്പോസിബിൾ ഉള്ള കാര്യമാണ്. തൽക്കാലം ഞാനവിടെ പിടിച്ചു വെക്കാം. ഈ ഒരു ടീമിന് വേണ്ടി എനിക്കിത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ എസ്കേപ്പ് ചെയ്ത് തരണം. അല്ല നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ? മണ്ടത്തരം പറയല്ലേ. ഈ ഒരു യെല്ലോ ബാഡ്ജ് പോയി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഇവിടെ തീർന്നതാണ്. പിന്നെ സ്റ്റുഡൻറ് 7 വേണ്ടി ഇത് മാറ്റി വെച്ചത് വെറുതെ ആകുന്നതായിരിക്കും. അതുകൊണ്ട് പറയുന്നത് കേൾക്ക്. നീ നാലിച്ചോക്ക്, സ്റ്റുഡൻറ് 7 ഇനി സ്ട്രോങ്ങർ ആയിക്കൂടിയാലും ഒരു സീനിയർ ഉള്ള പ്രൊഫസറിനെ അവന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ? കണ്ടിട്ട് രണ്ടും കൂടെ വിസ്പർ ടെക്നിക്കലി എന്തോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിന് വലിയ ആയുസൊന്നുമില്ല. ചെല്ലടാ, അവന്മാരെ പോയി എടുത്തേക്കെന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് അവന്മാരെല്ലാം കൂടെ ബേഗ്ജിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു യെല്ലോ ബാഡ്ജ് പറിച്ച് ഹിയോബോങ്ങിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യും. അല്ല എന്റെ കയ്യിലോ? എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ ലീഡറായിട്ടും നിങ്ങളൊക്കെ അബാൻഡൻ ചെയ്തു. പക്ഷേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നേരെ ചാടി അവന്മാരായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവന്മാരുടെ വുഡൻസോട് രണ്ടായിട്ട് ഒടിഞ്ഞു പോവുകയും ചെയ്തു. എന്നിട്ട് നേരെ കറങ്ങി ഒരു കിട്ടില്ല കിക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവന്മാരെല്ലാവരും ഒന്ന് സ്റ്റോപ്പായി. എന്നാൽ അത് മനസ്സിലാക്കിയ അവനായിട്ട് വീണ്ടും കറങ്ങി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് അവന്മാരെ ഇടിച്ച് ബാക്കിലേക്ക് ഇടുന്നുകൊണ്ട്. അതുകൊള്ളാം, അവൻ്റെ കിക്കിങ് എനർജി കംപ്ലീറ്റ്ലി ഫുള്ളി റിയലൈസ്ഡ് ആയിട്ടില്ല. പക്ഷെ സ്റ്റിൽ അവനെന്തായാലും എന്നെ പോലെ തന്നെയാണ്, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ സമയത്ത് അവനൊരു ഗ്യാപ്പ് കിട്ടാൻ നിർത്ത് അവൻ പറയും ചെയ്യും, ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹിയോബോങ്ങും ഓജോങ്ങും കൂടെ അവിടുന്ന് ഓടുന്നുണ്ട്. ഇടാ അവന്മാരെ പിടി, ആ മുട്ടയില്ലേ അവൻ്റെ കയ്യിലാണ് ബാഡ്ജ് ഉള്ളത്. മുട്ടെന്നോ ഡാ നായേ. അപ്പോഴേക്കും ബേഗ് ചെയ്ത് പറയും ചെയ്യും, എടാ ഒന്നും മിണ്ടാതെ രക്ഷപ്പെടാൻ നോക്ക്. പിന്നെ കാണിക്കുന്നത് അവന്മാര് നേരെ അവിടുന്ന് ഓടുന്നതാണ്. ആ മുട്ടേനെ പിടിയെന്ന് പറഞ്ഞിട്ട് അവന്മാര് മുന്നിലേക്ക് ഓടുകയും ചെയ്യും. ഈ സമയത്ത് ഒച്ചങ്ങ് പറയും ചെയ്യും, ഹിയോബോങ്ങിന്റെ എജിലിറ്റി എൻ്റെ അത്രയുമില്ല, അവൻ കുറച്ചുകൂടെ സ്ലോയറാണ്, ഉറപ്പായിട്ടും അവന്മാരെ പിടിക്കുന്നതാണ്. ഹിയോബോങ് തൽക്കാലം ബാഡ്ജ് എൻ്റെ എടുക്കുക തരാൻ നോക്ക്. അങ്ങനെ പെട്ടെന്ന് അവൻ ആ ബാഡ്ജ് അവനിലേക്ക് കൊടുക്കുകയും ചെയ്യും. ഹിയോബോങ് ഒരു കാര്യം ചെയ്യും, നീ നിർത്തിയേ വേണ്ട, നേരെ എവിടേക്ക് ഓടിക്കോ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ നേരെ റൈറ്റ് സൈഡിലേക്ക് ഓടുകയും ചെയ്യും. ഇവന്മാരെങ്ങനെ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും മരിക്കും, ഇവന്മാരെന്നെ തല്ലി കൊല്ലുന്നതായിരിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും കഫറ്റേരിയയിലേക്ക് ചെന്നിട്ട് വാങ്ചുലിൻ്റെ കാര്യം പറയണം. എൻ്റെ ഇന്ത്യൻ പവേഴ്സ് ഫുൾ എടുത്താലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും കഫറ്റേരിയ വരെ എത്തും. കഫറ്റേരിയ എത്താറെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവനൊരു കാര്യം തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. അവൻ്റെ പുറകെ ഒരാൾ പോലും ഇല്ലായിരുന്നു. ഇതേ സമയത്ത് കഫറ്റേരിയയുടെ അകത്തിരുന്ന് അവന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഹിയോബോങ് എന്തോ ഇല്ലടാ, നീ ശരിക്കും കഥക്കുന്നുണ്ടല്ലോ. പക്ഷേ അവന് ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു, നന്നായിട്ട് കഥക്കുകയായിരുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രെയിനിങ് റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അല്ല എന്ത് പറ്റി?
നമ്മളെ നമ്മളെ ആംബുഷ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ബേഗ്ജി ഒജോങ്ങും അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ബാ വേഗം പോകാന്ന് പറഞ്ഞിട്ട് അവന്മാർ അവിടുന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയ അടുത്ത സെക്കൻഡ് തന്നെ അവൻ നേരെ ചാടി എവിടേക്ക് പോകുന്നുണ്ട്. കോപ്പ് ഞാൻ പേടിച്ചവർ തന്നെ സംഭവിച്ചല്ലോ. അങ്ങനെ അവൻ ഏകദേശം ആ ഒരു പേഴ്സണൽ ട്രെയിനിങ് റൂമിൻ്റെ അടുത്തേക്ക് എത്തി. അവൻ നോക്കാൻ നേരത്ത് എല്ലാവരും വട്ടം കൂടി നിൽക്കുമായിരുന്നു. ഒരുത്ത മാത്രമായിരുന്നു നടക്കുണ്ടായിരുന്നത്. ബേഗ്ജി ഇവിടെ ഇവിടെ എന്താണ് സംഭവിച്ചത്? നോക്കാൻ നേരത്ത് ബേഗ്ജി അവിടെ നിന്ന് പോണ്ട് ഒജോങ്ങട്ടെ താഴെ വീണ് കിടക്കുമായിരുന്നു. ഒജോങ്ങിൻ്റെ ബോധം പോയിരിക്കുന്നു. കോപ്പ് അപ്പോൾ അപ്പോൾ നമ്മൾ ആംബുഷ് ചെയ്തത് അവൻ. നീ നീ എന്താണ് ചെയ്തത്? നിനക്ക് എത്ര ധൈര്യമുണ്ട്? അല്ല അല്ല ഒന്ന് വെയിറ്റ് ചെയ്യേ. അത് പെട്ടെന്നായിരുന്നു ഒരുത്തനവിടേക്ക് നടന്നു വന്നത്. എന്നിട്ട് പറയും ചെയ്യും, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ചധികം ഗെറ്റ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് യൂച്ചാനാണ് പക്ഷേ ഇവിടേക്ക് വന്നത്. അങ്ങനെ യൂച്ചാനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററും ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, നാളെ നമ്മുടെ സ്വന്തം നായകനാള ഇയോൺ ചിയോൺ തിരിച്ച് ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുവാണ്. സോ ഇനിയൊക്കെ എന്ത് സംഭവിക്കുന്നു നാളെ തന്നെ കണ്ടറിയാം. സോ അത് മിസ്സായിരിക്കും വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.